നെന്മാറയിൽ ഹിന്ദു ഏകതാ സമ്മേളനം നടത്തി. സമ്മേളനത്തോടനുബന്ധിച്ച വൈവിധ്യമാർന്ന പരിപാടികൾ ഉണ്ടായിരുന്നു. പാർക്ക് മൈതാനമാണ് സമ്മേളനത്തിന് വേദിയായത്. വിശ്വശങ്കരാചാര്യ പീഡിതീശ്വർ ദണ്ഡി സാധു കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. രാഷ്ട്രീയ സ്വയംസേവക സംഘം ഭാരതത്തിന്റെ മണ്ണിൽ വിത്തുപാകിയിട്ട് 100 വർഷം തികയുന്ന ഒരു സമയമാണ്. ഒരു നൂറ്റാണ്ട് മുൻപ് പരംപൂജ്യ ഡോക്ടർജി സ്വപ്നം കണ്ട സംഘടിതവും ശക്തവുമായ ഒരു ഹിന്ദു സമൂഹം അതിന്ന് കാർഷികതയുടെയും കലയുടെയും ഉത്സവവേലകളുടെയും നാടായ ഈ മണ്ണിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു വലിയ ജനപ്രവാഹത്തിൻ്റെ സത്യമായി മാറിയിരിക്കുന്നു. മറ്റ് രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് നാം അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം അത്ര എളുപ്പത്തിലൊന്നും നമുക്ക് ലഭിച്ചതല്ല. നമ്മുടെ ഈ പുണ്യഭൂമി ഇന്ന് ഒരു നിർണായക ഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആരെയും ഭയപ്പെടുത്താനല്ല, മറിച്ച് ഭയമില്ലാതെ ജീവിക്കുന്നതിന് വേണ്ടി അതിനുള്ള അവകാശത്തെ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. സോപാന സംഗീതം, കേരള നടനം, ക്ലാസിക്കൽ ഡാൻസ് എന്നിവയുമുണ്ടായി. വ്യാസൻ മണ്ണാർക്കാട്, എൻ കരുണാകരമേനോൻ, പ്രദീപ് എന്നിവർ പ്രസംഗിച്ചു. ഭാരതത്തിന്റെ കീർത്തി, ഭാരതത്തിന്റെ പരമമായിട്ടുള്ള വൈഭവം ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്താനായി പ്രയത്നിക്കുന്ന മഹത്തായിട്ടുള്ള ഈ സംഘടന ഭാരതത്തിന്റെ ഗ്രാമങ്ങൾ തോറും ഇത്തരത്തിലുള്ള ഏകതാ സമ്മേളനങ്ങൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഗ്രാമത്തിലും ജാതി മത രാഷ്ട്രീയ ലക്ഷ്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഹിന്ദു എന്ന ഒറ്റ വികാരത്തിന്റെ മുകളിലാണ് ഇത്രയും പേർ ഈ സമ്മേളന നഗരിയിൽ ഒത്തുചേർന്നിട്ടുള്ളത്. ഈ സമ്മേളന നഗരിയുടെ പേര് തന്നെ ആത്യന്തികമായി ശങ്കര ഭഗവത്പാദരുടേതാണ്. സ്വാമിജി ഇവിടെ അനുഗ്രഹ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചു, പല വിഭാഗങ്ങളായിട്ട് മാറി നിന്നിരുന്ന നമ്മളുടെ പൂർവികരെ അദ്വൈതം എന്ന് വിളിക്കപ്പെടുന്ന മഹത്തായിട്ടുള്ള അമൃതിന്റെ രുചി നൽകി ഇന്ന് നാം കാണുന്ന സനാതന ധർമ്മത്തിന്റെ ഐക്യത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവന്ന മഹാത്മാവിന്റെ പേരിലുള്ള നഗരിയിലാണ് നമ്മളിപ്പോൾ ഒത്തുകൂടിയിട്ടുള്ളത്. കലാകാരന്മാരെ വേദിയിൽ വെച്ച് അനുമോദിക്കുകയും ചെയ്തു. അഹല്യ ഏറ്റുവാങ്ങുന്നതിന് ആതിര, UTV ന്യൂസ് പാലക്കാട്.